ഇതിപ്പോൾ പുതിയതായിട്ട് വന്ന പി ഹീറ്റർ കേട്ടോ, മെക്കാനിക്കിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡലായിട്ട് വന്നതാണ്. ഇപ്പോൾ ഏകദേശം ഒരു 4-5 മോഡലുകൾ കഴിഞ്ഞ്, അതിലിപ്പോൾ ഏറ്റവും ലാസ്റ്റായിട്ട് ഇറങ്ങിയ മോഡലാണ് ഇപ്പോൾ ഇത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ടൈപ്പ് ഡിസ്പ്ലേ ഒക്കെ, ഫോണിൻ്റെ ഡിസ്പ്ലേ മാതിരി ആ ഒരു ക്ലിയറുള്ള ഡിസ്പ്ലേ ഒക്കെ ആയിട്ടാണ് വരുന്നത്. കളറൊന്നുമില്ല, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. പക്ഷെ എന്ത് ടെക്നോളജിയാണെന്നറിയില്ല, നല്ല രസമായിട്ടുണ്ട്. അതിൻ്റെ ആ ഹീറ്റിംഗ് ഒക്കെ അതിൽ ഡിസ്പ്ലേയിൽ കാണിക്കുന്നത്, ഹൈ കൂടുന്നതും കുറയുന്നതൊക്കെ ഒരു ഗ്രാഫ് ഇട്ടമായി തന്നെ കാണിക്കുന്നുണ്ട്. പിന്നെ ഇതതിൻ്റെ ആ കാറ്റലോഗാണ് വരുന്നത്. കുറേ ഓപ്ഷൻസ് ഉണ്ട് അതിൻ്റെ കൂടെ. മോൾഡ് കുറേ വരുന്നുണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പല ടൈപ്പ്. നാല് സ്വിച്ചാണ് കാര്യമായിട്ട് വരുന്നത്. ഒന്ന് ആ മെനു എന്നുള്ളതും, പിന്നെ ഓരോരോ മോഡ് മാറ്റുന്നു, പിന്നെ ഹീറ്റ് കൂട്ടുന്നു കുറയ്ക്കുന്നു. ബാക്കിയുള്ള കൺട്രോളിങ് സ്വിച്ച് ഇതൊക്കെ സപ്ലൈ ഇതൊക്കെ വരുന്നത് നോർമൽ എല്ലാത്തിലും ഇതുവരെ വന്നുകൊണ്ടിരുന്നതന്നെ. അതിൻ്റെ മോൾഡാണ് വരുന്നത്. ഇത് ഹൈസി ക്ലീൻ ചെയ്യാനും ഇതാക്കാനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന മോൾഡാണ് ഇത്. ഫേസ് ഐ ഡി ക്യാമറ ചെയ്യാനുള്ളതാണെന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ ക്യാമറ സർവീസ് ചെയ്ത് കൊടുക്കുക, ക്യാമറൻ്റെ സ്ട്രിപ്പും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്, അത് അയച്ചിട്ട് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെ ആരും അങ്ങനെ ചെയ്ത് വരുന്നില്ല. സാധനം കിട്ടാണ്ട്, പക്ഷെ അങ്ങനെ എൻക്വയറി വരുത്തില്ല അതിൻ്റെ സ്ട്രിപ്പിന്. പിന്നെ ഇതാ മോൾഡാണ് എക്സസ് മാക്സ്. പിന്നെ ഇത് 13-ൻ്റെ മോൾഡാണ് വരുന്നത്. ഇത് 12 സീരീസിൻ്റെ മോൾഡാണ് വരുന്നത്. അതതിൻ്റെ പവർ കേബിളാണ്. ഇത് സ്റ്റെൻസിലാണ്. സ്റ്റെൻസിൽ വേറെ സെപ്പറേറ്റ് ആയിട്ട് വരുന്നതും ഉണ്ട് കേട്ടോ. ഇത് എക്സസ് മാക്സ് അത് ആ ബോർഡിൻ്റെ സൈഡ് ഭാഗത്ത് ചെയ്യുന്ന സമയത്ത് ഇപ്പം കയ്യിലുള്ള 11ആണ്. ഇത് എക്സസ് മാക്സ്. പിന്നെ ഇത് 11 സീരീസ്. ഇത് എക്സ് മാത്രം. ഇത് 12 പ്രോ മാക്സ്, 12, 13 പ്രോ. ഇത് 12 മിനി. ഇത് 13 മിനി. ഇപ്പം കൂടുതലായിട്ട് 12 പ്രോ നല്ല കംപ്ലൈൻറ്റ് വരുന്നുണ്ട്. ഇത് 12 പ്രോ. ബാക്കിലൊരു ഫാനൊക്കെ വരുന്നുണ്ട് ആ ഹീറ്റ് പോകാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ മുന്നേ വന്നതിൽ ഫാൻ ഇല്ല തോന്നുന്നു, എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. പക്ഷെ എന്തായാലും ഡിസ്പ്ലേ നല്ല സൂപ്പറായിക്കണം. ആ ഗോൾഡ് കളർ വരുന്ന അതിൻ്റെ നോർമലായിട്ട് വരുന്ന മോൾഡാണ്. എന്ന് വെച്ചാൽ ആ ഡിസ്പ്ലേൻ്റെ സ്ട്രിപ്പിൻ്റെ മുകളിലുള്ള കണക്ടർ അങ്ങനെ കൂരാൻ വേണ്ടിയിട്ട് ആ മോൾഡ് ഊരിയതിൻ്റെ ശേഷം ഇത് വെക്കാൻ പറ്റുന്നേ ഉള്ളൂ. ആ ഗോൾഡ് കളർ വരുന്ന മോൾഡ് ഒഴിവാക്കിയതിൻ്റെ ശേഷം മറ്റേ നിൽക്കുന്നില്ല. തേർട്ടീൻ സീരീസിൻ്റെ ഒക്കെ സ്റ്റെൻസിൽ മാത്രം വരുന്നുണ്ട് കേട്ടോ. നമ്മൾ സാധാരണ ഐസി റീബോർഡ് ചെയ്യുന്ന സ്റ്റെൻസിലുമായി തന്നെ ലെയർ ബോർഡ് ചെയ്യാനുള്ള സ്റ്റെൻസിൽ വരുന്നുണ്ട്. എക്സിൻ്റെതും വരുന്നുണ്ട്, 13 സീരീസിൻ്റെ വരുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ വന്ന് തുടങ്ങുന്നുണ്ട്. അപ്പോൾ പണ്ട് മോൾഡ് വാങ്ങി വെച്ച ആൾക്കാർക്ക് ആ സ്റ്റെൻസിൽ മാത്രം ഇനി വാങ്ങിയാൽ മതിയാവും.
ഇതതിൻ്റെ പവർ കേബിള്. ഈ ടൈപ്പ് കേബിൾ തന്നെ ഇതുവരെ വന്ന എല്ലാ സാധനത്തിനും വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ആ കേബിളിന് മുകളിൽ തന്നെ ഒരു പവർ സ്വിച്ചും ഉണ്ട്. ആ പിന്നെ ഇടുമ്പോൾ കറക്റ്റ് തിരിഞ്ഞ് കുത്തിയാൽ അതിൽ കയറില്ല. കറക്റ്റായിട്ട് ആ ഒരു ക്ലിപ്പിങ്ങിൽ തന്നെ കയറുള്ളൂ. കണ്ടില്ല, ആ ഡിസ്പ്ലേ വരുന്ന കണ്ടില്ലേ, നല്ല കളർഫുൾ ആയിരിക്കണം. കളർ ഡിസ്പ്ലേ ആണോ ചോദിച്ചാൽ എന്ത് ടൈപ്പാണെന്നറിയില്ല. എന്തായാലും സംഭവം ഉഷാറായിട്ടുണ്ട്. അതിൻ്റെ ആ ഗ്രാഫ് വരുന്നുണ്ടില്ലേ, ആ ചൂട് കൂടുന്നതനുസരിച്ചിട്ട് റെഡ് ലൈന് മുകളിലേക്ക് വരുന്നുണ്ട്. പിന്നെ മെനു ബട്ടൺ ഉണ്ട്. പിന്നെ ഓരോ ടൈപ്പ് ഹീറ്റിങ്ങിനാക്കുന്ന ആ ഒരു കൺട്രോളിങ് ഉണ്ട്. ഒരു 5 ടൈപ്പ് വരുന്നുണ്ടല്ലോ ആ റൗണ്ടിൽ, ഓരോരോ സെക്ഷൻ മാറി മാറി വരുന്നുണ്ട്. പിന്നെ മെനു തന്നെ മെനുവിൽ 3 ഓപ്ഷൻസ് വരുന്നുണ്ട്. താഴത്തെ മെനു എന്ന് എഴുതിയ 1, 2, 3 എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ചിലപ്പോൾ ഓരോരോ മോൾഡ് മാറ്റി മാറ്റി സെറ്റ് ചെയ്ത് വെക്കാനായിരിക്കും. ഓരോന്നിന് ഇത്ര ഹീറ്റ് വെച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് സേവ് ചെയ്ത് വെക്കാനായിട്ടായിരിക്കും. പിന്നെ ആ മെനുവിലേക്ക് ഇട്ടിട്ടോ ഇത് ഓപ്ഷനെ നിൽക്കേണ്ടി കഴിഞ്ഞാൽ പെട്ടെന്നാവുമല്ലോ. ഇതിപ്പോൾ മെനു 1 ആണ്. മെനു 1 എന്ന് എഴുതി കാണിക്കുന്നുണ്ടല്ലോ, ആ 027 ഡിഗ്രി അതിൻ്റെ എടുത്തായിട്ട് തന്നെ. പിന്നെ അത് മുകളിലത്തതും ടെമ്പറേച്ചർ കൂട്ടുന്നതും കുറയ്ക്കുന്നതുമാണ്. ആ മുകളിൽ പ്ലസും മൈനസും വരുന്ന സ്വിച്ച്. സോൾഡറിങ് ലെയർ അങ്ങനെ കുറേ ഓപ്ഷൻസ് വരുന്നുണ്ട്. അടിയിൽ ത്രികോണത്തിൽ വരുന്നത് അത് മെനുവിൽ സ്വിച്ച് കേട്ടോ. മെനു 1, 2, 3 എന്ന് പറഞ്ഞിട്ട് 3 മെനു ടൈപ്പ് വരുന്നുണ്ട്. അതിപ്പോൾ ഏകദേശം ഹീറ്റായി തുടങ്ങി. ഇതതിൻ്റെ പവർ കേബിളിന് മുകളിൽ വരുന്ന സ്വിച്ച്. ആ സ്വിച്ച് ഉണ്ട്, അതിനെ കൊണ്ട് ഓഫാക്കാനും ഓണാക്കാനും സുഖമാണ്, പെട്ടെന്ന് തന്നെ. അടിയിൽ ഫാനാണ്, ആ ഹീറ്റിങ് പോകാനുള്ള. ആ ഡിസ്പ്ലേ ഉണ്ടല്ലോ, അടിപൊളിയായിട്ടുണ്ട്. ആ മോൾഡുള്ള 5 മോൾഡ് വരുന്നത്, ലെയർ, ഫിറ്റ്, സോൾഡറിങ് എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ അടിയിലെ മെനു 1, 2, 3 എന്ന് പറഞ്ഞിട്ട് ആ 3 മാറുന്നുണ്ട്. പിന്നെ ടെമ്പറേച്ചർ കൂട്ടുന്ന കുറയ്ക്കുന്ന കൂടുന്നതനുസരിച്ചിട്ട് ആ ഒരു ഗ്രാഫ് മുകളിലേക്കും താഴേക്കൊക്കെ വരുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ ഇങ്ങനെ കൺട്രോൾ ചെയ്യുന്നു.
ഒരുപാട് ടെക്നോളജി ഉണ്ട്.